ഹായ് ഗൈസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്, നിങ്ങളൊരു പ്രണയബന്ധത്തിലാണ് അല്ലെങ്കിൽ നിങ്ങളൊരു വ്യക്തിയുമായി സ്നേഹത്തിലാണ് എന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് നമ്മൾ പ്രൈവറ്റായി സൂക്ഷിക്കേണ്ടതുണ്ടോ എന്നതിനെക്കുറിച്ചാണ്. പ്രൈവറ്റായിട്ട് സൂക്ഷിക്കുക എന്ന് ഉദ്ദേശിക്കുന്ന സമയത്ത് അതിനെ ഒരിക്കലും സീക്രട്ട് റിലേഷൻഷിപ്പായിട്ട് മനസ്സിലാക്കരുത്. സീക്രട്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എൻ്റർലി ഡിഫറെൻ്റ് ആണ്. പ്രൈവറ്റ് ആയിട്ട് സൂക്ഷിക്കണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ മാറ്റേഴ്സ് അല്ലെങ്കിൽ ഓൾ ഡീറ്റെയിൽസ് അബൌട്ട് യുവർ റിലേഷൻഷിപ്പ്. അത് പ്രൈവറ്റ് ആക്കി വെക്കണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് A to Z എല്ലാ കാര്യങ്ങളും എക്സ്പോസ് ചെയ്യരുത് എന്നുള്ളതാണ്. സോ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ അങ്ങനെ നമ്മുടെ റിലേഷൻഷിപ്പ് പ്രൈവറ്റായി വെക്കണം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓൺലൈനായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് വഴി ഷെയർ ചെയ്യരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പ്രൈവറ്റ് ആയിട്ടാണ് വെക്കുന്നത്, അധിക കാര്യങ്ങളൊന്നും പുറത്ത് വിടാതെ നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു പ്രൈവസി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു യുണീക്നെസ് ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. മാത്രമല്ല അത് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും. മറ്റൊരാളുടെ ഇടപെടലുകളൊന്നും വളരെയധികം കുറവായിരിക്കും. വളരെയധികം എന്നല്ല, തീർച്ചയായും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. സോ യുണീക്ക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയും. നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണോ നിങ്ങൾക്ക് റിയൽ ആയിട്ട് നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. എന്നാൽ റിലേഷൻഷിപ്പ് നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ A to Z എല്ലാ ആളുകൾക്കും മനസ്സിലാകും. മാത്രമല്ല നിങ്ങൾക്ക് പലപ്പോഴും അൺറിയൽ ആയിട്ടോ അതല്ലെങ്കിൽ കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടോ ഒക്കെ പെരുമാറേണ്ട ഒരു അവസ്ഥയൊക്കെ വരാറുണ്ട് ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ. സോ പ്രൈവറ്റ് ആയി വെക്കുന്നതിൻ്റെ ഒന്നാമത്തെ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒന്നാമതായി എന്തുകൊണ്ടാണ് നമ്മൾ പ്രൈവറ്റ് ആയി വെക്കണം എന്ന് പറയുന്നതിനുള്ള കാരണം, നമുക്ക് ആ ഒരു യുണീക്നെസ് നമ്മുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുപോകാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ബ്രേക്കപ്പ് സംഭവിക്കാനിടയായി എന്ന് വിചാരിക്കുക. ഒരു പക്ഷേ നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് സംഭവിക്കാം. അതല്ല, ഇപ്പം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ആളുകളുടെ പോലും ബ്രേക്കപ്പ് ആകുന്നു. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്, റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിലും ബ്രേക്കപ്പ് സംഭവിക്കാം. സോ ഇതെല്ലാം പെർമനൻ്റ് ആണ് അല്ലെങ്കിൽ ഫോർ എവർ ആണ് എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾക്കോ ഒക്കെ ബ്രേക്കപ്പ് സംഭവിക്കാം. പക്ഷേ നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മൾ പ്രൈവറ്റ് അല്ല, വളരെയധികം ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയാസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ റിലേഷൻഷിപ്പ് മാറ്റേഴ്സ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു ബ്രേക്കപ്പ് നമുക്ക് അത്ര ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. കുറച്ച് റിസ്ക് ആയിരിക്കും. റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് കുറച്ചേറെ വിഷമം ഉണ്ടാകും എന്നുള്ളതാണ്. ഓൾറെഡി ബ്രേക്കപ്പ് സംഭവിച്ചതിൻ്റെ ഒരു വിഷമം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ കൂടി അതിന് പുറമെ മുഴുവൻ ആളുകളും ഉൾപ്പെടുന്ന നമുക്ക് തേർഡ് പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം. സോ ഈ തേർഡ് പാർട്ടിയിൽ നിന്നും ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻസ് അതുപോലെ അവരിൽ നിന്നും ഉണ്ടാകുന്ന ജഡ്ജ്മെൻറ്റുകളൊക്കെ നമ്മളെ കൂടുതൽ വേദനിപ്പിക്കും. സോ ബ്രേക്കപ്പ് എപ്പോഴും ഈസി ആയിരിക്കില്ല ഇങ്ങനെ നമ്മുടെ റിലേഷൻഷിപ്പ് കൂടുതലായിട്ട് മറ്റുള്ള ആളുകളിലേക്ക് ഓപ്പൺ ആണ് എന്നുണ്ടെങ്കിൽ. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, പ്രൈവറ്റ് ആക്കി വെക്കണം, നമ്മുടെ റിലേഷൻഷിപ്പ് മാറ്റേഴ്സ് പ്രൈവറ്റ് ആക്കി വെക്കണം എന്ന് പറയുന്നതിനുള്ള കാരണം, മറ്റുള്ള ആളുകളുടെ ഒപ്പീനിയൻസ് നമ്മുടെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യില്ല. എന്നാൽ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് പ്രൈവറ്റ് ആയിട്ടല്ല വെക്കുന്നത്, വളരെയധികം മറ്റുള്ള ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫിലേക്ക് മറ്റുള്ള ആളുകളുടെ ഇൻഫ്ലുവൻസ് വന്നേക്കാം. അവരുടെ ഒപ്പീനിയൻസിന് വില നൽകുക, അത് റെസ്പെക്റ്റ് ചെയ്യുക, അത് തീർച്ചയായും കൺസിഡർ ചെയ്യേണ്ട ഒരു നിർബന്ധിത അവസ്ഥ ഇങ്ങനെയൊക്കെ വരാം. പക്ഷേ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളിലാണ് ഒതുങ്ങുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങളിലാണ് ഒതുങ്ങുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ പരസ്പരം തന്നെയാണ് ചോദിച്ച് മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ തീരുമാനം എടുക്കുന്നതൊക്കെ നിങ്ങളിൽ ഒതുങ്ങുന്ന ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായും ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാകില്ല. എന്നാൽ പ്രൈവറ്റ് അല്ല, കംപ്ലീറ്റ്ലി പബ്ലിക് ആണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി മറ്റൊരു കാര്യം, പ്രൈവറ്റ് ആക്കി വെക്കണം, റിലേഷൻഷിപ്പ് മാറ്റേഴ്സ് പ്രൈവറ്റ് ആക്കി വെക്കണം എന്നതിനുള്ള മറ്റൊരു റീസൺ, നമ്മൾ സോഷ്യൽ മീഡിയാസിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും റിയൽ ആണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ആ ഒരു 100%-ൽ ഒരു 25% മാത്രമേ നമ്മൾ ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കും. ബാക്കിയുള്ള 75% ഓഫ് മാറ്റേഴ്സ് ബിഹൈൻഡ് ആണ്. അത് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആണ് അല്ലെങ്കിൽ നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ്, നമുക്കത് അറിയാത്ത കാര്യങ്ങളാണ്. സോ എല്ലാം എന്താണ്, എല്ലാ കാര്യങ്ങളും നമ്മൾ പബ്ലിക്കലി കാണുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിൽ കാണുന്ന
എല്ലാ കാര്യങ്ങളും റിയൽ ആണ് എന്ന് വിചാരിക്കരുത്. നമ്മളൊരു വീഡിയോ കാണുമ്പോൾ ആ വീഡിയോയിലുള്ള പോലെയാണ് അവരുടെ ലൈഫ്, അല്ലെങ്കിൽ അവരുടെ റിയാലിറ്റി എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ കാര്യമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ന് വിചാരിക്കരുത്. ഈവൻ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് പോലും ഇത് തന്നെയാണ് റിയാലിറ്റി എന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ റിയാലിറ്റിയിൽ നിന്ന് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കണം. സോഷ്യൽ മീഡിയാസിൽ കാണുന്ന കാര്യങ്ങൾ എല്ലാം റിയൽ ആണ്, അത് മാത്രമാണ് ശരി എന്നൊരു ധാരണയിലേക്ക് പോകരുത്. പല ആളുകളും ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് പറയുന്നത്. ബിക്കോസ് പല വീഡിയോസ് കാണുന്ന സമയത്ത്, എസ്പെഷ്യലി റിലേഷൻഷിപ്പ് വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് പല ആളുകളും ചിന്തിക്കുന്നു, ഇപ്പോൾ അവർ വളരെ ഹാപ്പി ആയിട്ടായിരിക്കും വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കുക, കപ്പിൾസ് വീഡിയോ ഒക്കെ ആയിരിക്കും, പരസ്പരം ചോദിക്കുകയും Q&A എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് ഓരോ ചോദ്യങ്ങളും ചോദിക്കുകയും അതിനുള്ള ആൻസർ കൊടുത്തുകൊണ്ടുള്ള വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് അതാണ് റിയാലിറ്റി എന്ന് വിചാരിക്കരുത്. അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ അതിന് പുറകിൽ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. സോഷ്യൽ മീഡിയ മാത്രമാണ് റിയാലിറ്റി എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു വ്യക്തിയെയും നിങ്ങൾ മനസ്സിലാക്കരുത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാറ്റേഴ്സ് മാക്സിമം നിങ്ങൾക്ക് അത്രത്തോളം പ്രൈവറ്റ് ആക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ പബ്ലിക് ആക്കിയാൽ കുഴപ്പമില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങളിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിലവിലുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് പ്രൈവറ്റ് ആക്കി വെക്കണം എന്നത് പറയാനുള്ള മറ്റൊരു റീസൺ, ലാസ്റ്റ് ഫൈനൽ റീസൺ എന്ന് പറയുന്നത്, ഒരു പക്ഷേ നിങ്ങളുടെ ഇത് ഒരു സെക്കൻഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ലൈഫിൽ ഇതിനു മുമ്പ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ആ വ്യക്തി സ്റ്റിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു മെമ്മറീസിൽ നിന്നൊന്നും റിക്കവർ ആയിട്ടില്ല, അവർ മൂവ് ഓൺ ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ഓൾറെഡി മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേർഡ് ആയെന്നും വിചാരിക്കുക. നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയാസ് വഴി ഷെയർ ചെയ്യുന്ന സമയത്ത് അത് നിങ്ങളുടെ ലൈഫിൽ പണ്ടുണ്ടായിരുന്ന ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നോക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആ വ്യക്തി മൂവ് ഓൺ ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് ഇപ്പോഴും സ്റ്റിൽ റിക്കവറിങ് ആയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. അവരെ കൺസിഡർ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്ന സമയത്ത് ഒരു പ്രൈവറ്റ് ആക്കി വെക്കുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളൊരു തോട്ടിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ റിലേഷൻഷിപ്പ് മാറ്റേഴ്സ് പ്രൈവറ്റ് ആക്കി വെക്കുന്നതാണ് നല്ലത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ ലൈഫിൽ മറ്റുള്ള ആളുകൾ അറിഞ്ഞാലോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് കൂടുതൽ ഇൻഫ്ലുവൻസ് നൽകുന്നതോ അങ്ങനെയുള്ള കൂടുതൽ എൻകറേജ് ആയിട്ട് നൽകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. പക്ഷേ A to Z എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാതിരിക്കുക. ബിക്കോസ് എന്തെങ്കിലും കാരണവശാൽ അത് നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരുന്ന സമയത്ത് നമുക്കത് നേരിടാനുള്ള മെൻ്റൽ സ്ട്രെങ്ത് കൂടി നമ്മൾ കണ്ടെത്തണം. അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ മെൻ്റലി ഡൗൺ ആയി പോകും. അത് മാത്രമല്ല അൺഎക്സ്പെക്റ്റഡ് ആണ് എല്ലാ കാര്യങ്ങളും, എന്ത് എപ്പോൾ സംഭവിക്കും എന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. റിലേഷൻഷിപ്പിന്റെ മാറ്ററും ഒട്ടും വ്യത്യാസമല്ല. നിങ്ങൾ ഒരു പക്ഷേ ഒരുപാട് നാളായി വർഷങ്ങളോളം പ്രണയിച്ച് വിവാഹം ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഇന്ന് ഡിവോഴ്സ് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്, സ്ഥിരം കാണുന്നുണ്ട്. റിലേഷൻഷിപ്പ് മാറ്റേഴ്സ് അങ്ങനെ കൂടുതലായിട്ട് മറ്റുള്ള ആളുകളിലേക്ക് സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് അത് മറ്റുള്ള ആളുകൾക്ക് പ്രയോജനകരമാണ്, അത് അവർക്ക് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അത്രയും കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പും വളരെ ഭംഗിയോടെ മനോഹരമായി മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്